ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 308. നമ്മളിപ്പോൾ 60ാമത്തെ ഉപനിഷത്തായിട്ട് ശ്വേതാശ്വതരോപനിഷത്താണ് നോക്കുന്നത്. അതിൽ 5ാമത്തെ അധ്യായത്തിൽ 6 മുതൽ 10 വരെയുള്ള മന്ത്രങ്ങളാണ്. 6ലും എല്ലാം ഈ പരബ്രഹ്മത്തെ, പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ശാസ്ത്രലോകം അന്വേഷിച്ച് അവസാനം മതിയാക്കിയ ആ ബ്രഹ്മത്തെ പറ്റിയാണ് പറയുന്നത്. അത് ആ പരബ്രഹ്മ പുരുഷോത്തമനെ 6ൽ പറയുകയാണ്. വേദങ്ങളുടെ രഹസ്യവിദ്യാരൂപമായ, വേദങ്ങളുടെ രഹസ്യവിദ്യ ഉപനിഷത്തിലാണ്. വേദങ്ങളിലെ ഈ ബ്രഹ്മത്തെപ്പറ്റി വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. വളരെ കുറച്ച് പറഞ്ഞിട്ടുണ്ട്, വളരെ കുറച്ച്. അതിനെ വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്നത് ഉപനിഷത്തുക്കളിലാണ്. അപ്പോൾ ഉപനിഷത്തുകളിലൂടെയാണ് ബ്രഹ്മത്തെ ശരിക്കും മനസ്സിലാക്കേണ്ടത്. അത് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് രഹസ്യരൂപമാണ് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ വിവരിച്ചിരിക്കുന്നു. അത് ഉപനിഷത്തിൽ രഹസ്യ രൂപത്തിലാണ് ഉള്ളത്. സാധാരണ സയൻസ് പറയുന്ന മാതിരി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മളത് ചിന്തിച്ച് മനസ്സിലാക്കണം എന്താണ് ഉദ്ദേശിക്കുന്നത്. കാരണം ആ ബ്രഹ്മത്തെ വാക്കുകൾ കൊണ്ടൊന്നും വിവരിക്കാൻ പറ്റുന്ന സംഗതിയല്ല. അതുകൊണ്ട് തന്നെ വിവരിച്ചു തരാനൊന്നും പറ്റില്ല. പറയുന്ന വാക്കുകൾ വെച്ച് നമ്മൾ ബുദ്ധി ഉപയോഗിച്ചത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. വേദങ്ങൾ ഉത്ഭവിച്ചതും അതിൽ നിന്ന് തന്നെയാണ്. എല്ലാ ശാസ്ത്രങ്ങളും ആദ്യം ഉത്ഭവിച്ചത് അതിൽ നിന്നാണ്. അതൊരു പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ ആദ്യം ഉണ്ടാകേണ്ടത് എന്താണ്? ശാസ്ത്രം തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ വീട് വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ട്. ആ സയൻസ് മനസ്സിലാക്കിയാലേ വീട് ഉണ്ടാക്കാൻ പറ്റും. ഒരു സാമ്പാർ ഉണ്ടാക്കണ്ടെങ്കിൽ അതിനൊരു സയൻസ് ഉണ്ട്. അത് മനസ്സിലാക്കണം. എങ്കിലേ സാമ്പാർ അല്ലെ പാചകക്രമം എങ്കിലേ പറ്റുള്ളൂ. അതുപോലെ പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ ആദ്യം ഉത്ഭവിച്ചത് സയൻസാണ്, ജ്ഞാനമാണ്. അതാണ് വേദം. ഇത്തരത്തിൽ വേദങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന പരബ്രഹ്മ പുരുഷോത്തമനെ അല്ലെ പരമേശ്വരനെ അതിൽ നിന്നും നമുക്ക് അറിയുവാൻ കഴിയും. ഈ വേദങ്ങളിലൂടെ അല്ലെ ഉപനിഷത്തിലൂടെ അദ്ദേഹത്തെ മനസ്സിലാക്കുന്ന, ആ പരബ്രഹ്മ പരമേശ്വരനെ മനസ്സിലാക്കുന്ന ഋഷികള് അല്ലെങ്കിൽ ദേവകള് ആര് തന്നെ ആയാലും ഒടുവിൽ അവർ എന്ത് ചെയ്യുന്നു? അതിൽ വിലീനനായിത്തീരുന്നു. അതിൽ പോയി ബ്രഹ്മത്തിൽ പോയി ലയിക്കുന്നു. ബ്രഹ്മസ്വരൂപം, അതായത് അതിനെ മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് ആ ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നത്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം, ഇതിനെ ശരിയായ രൂപത്തിൽ ഉൾക്കൊള്ളാൻ ആ ലെവലിലോളം ഉയർന്നവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആനന്ദസ്വരൂപമായി തീരുന്നു. അതിൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ആനന്ദമാണ്. പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ലോകത്തിലുള്ള ഒരു ഭൗതിക പ്രശ്നങ്ങളും ദുഃഖങ്ങളും അവരെ ബാധിക്കില്ല. അതിനാൽ സർവശക്തനും സർവത്തിൻ്റെ ആധാരവുമായ അദ്ദേഹത്തെ അറിയുന്നതിനും പ്രാപിക്കുന്നതിനും മനുഷ്യൻ തൽപരരായി തീരണം. അപ്പം ഇതിനെ മനസ്സിലാക്കുവാൻ മനുഷ്യർ ശ്രമിക്കണമെന്നുള്ളൊരു ഉപദേശം നൽകുകയാണ്. ഇനി 7ല് കുറച്ചും കൂടി വിസ്തരിച്ച് പറയുകയാണ്. യാതൊന്നിൻ ജീവന്റെ ഗുണങ്ങളാൽ ബന്ധപ്പെട്ട്, യാതൊന്ന് ജീവന്റെ ഗുണങ്ങളാൽ ബന്ധപ്പെട്ട്, അത് തന്നെയാണ് ജീവനായിട്ട് വന്നിരിക്കുന്നത്. അത് നിർഗുണമാണെങ്കിലും ഒരു പ്രപഞ്ചം സൃഷ്ടിക്കുന്നു. പ്രപഞ്ചത്തിൽ ബാക്കിയുള്ള പുരോഗതികൾ നടത്താൻ വേണ്ടിയിട്ട്, നമ്മൾ ഇന്ന് കാണുന്ന കെട്ടിടങ്ങൾ, റോഡുകളെല്ലാം, ആ പുരോഗതിയെല്ലാം നേടാൻ വേണ്ടിയിട്ട് അത് തന്നെ ജീവികളായിട്ട് വരുമ്പോൾ ജീവന്റെ രൂപത്തിൽ ജീവന്റെ ഗുണങ്ങളോടുകൂടി അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രകൃതിയിൽ കാണപ്പെടുന്നുണ്ടോ? യാതൊന്ന് ജീവന്റെ ഗുണങ്ങളാൽ ജീവജാലങ്ങളായി ഈ പ്രകൃതിയിൽ കാണപ്പെടുന്നുണ്ടോ? അപ്പം അത് ജീവനായിട്ട് വന്നിട്ട് ആ ശക്തിവിശേഷം തന്നെയാണ് നമ്മളിൽ ജീവനായിട്ട് ആക്ട് ചെയ്യുന്നത്. വന്നിട്ട് കാണപ്പെടുന്നുണ്ടോ? അത് ജനന മരണമാവുന്ന സംസാര ചക്രത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പം അത് ജീവനായിട്ട് വന്നിട്ട് ഈ ജനന മരണ ചക്രത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും ഒരു ജീവി ജനിക്കുമ്പോൾ അതിൽ കയറിയിരിക്കും, എന്നിട്ട് കർമ്മങ്ങൾ ചെയ്യും. മരിക്കുമ്പം പിന്നെ അത് പുറത്തേക്ക് പോകും, പിന്നെ വേറൊന്ന് കയറും. അപ്പം
ഇങ്ങനെ അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജീവൻ. അപ്പൊ ആ ജീവൻ നമ്മളിലേക്ക് കയറുമ്പോഴാണ് നമുക്ക് ജീവൻ വെക്കുന്നത്. അപ്പോൾ അതിന് ഞാനെന്നൊരു ചിന്തയുണ്ടാകുന്നു. ഈ ശരീരത്തിൽ കയറുമ്പോഴാണ് ഈ ഞാനെന്ന ചിന്ത ഉണ്ടാകുക, പ്രമോദ് എന്ന ചിന്ത ഉണ്ടാകുന്നത്. അങ്ങനെ അതങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. മരിച്ചു കഴിയുമ്പോൾ പിന്നെ അത് പഴയ അവസ്ഥയിൽ. അപ്പം ജീവനാണ് കറങ്ങുന്നത്. ഈ ജീവൻ തന്നെ ആ പരമാത്മാവാണ് ജീവനായിട്ട് വരുന്നത്, അല്ല ഈ ശരീരമല്ല. അപ്പൊ ഈ ശരീരത്തിൽ ഇപ്പോൾ ഇവിടെ ഒരു തൊപ്പി വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമോ മറ്റേ ഓരോ മാതിരി ഉണ്ടല്ലോ, ബ്രാഹ്മണൻ ക്ഷത്രി ഇങ്ങനെയെല്ലാം തോന്നും. അതിൽ ഈ ശരീരത്തിൽ മാത്രമാണ്, ആ ജീവനില്ല. ആ ജീവൻ അങ്ങനത്തെ പ്രത്യേകതകളൊന്നുമില്ല. ഈ ശരീരത്തിൽ കയറിയിട്ട് മരിക്കുമ്പോൾ വേറൊന്നിൽ കയറുമ്പോൾ വേറെ രൂപത്തിൽ. എന്നാൽ അത് ഗുണാതീതനാണ്. ഇതിൽ ചേരുന്ന സംഗതിക്ക് ഒരു ഗുണവുമില്ല. ചേരുന്ന സംഗതിക്ക് ഒരു ഗുണവുമില്ല. പിന്നെ എന്തോ ഒരു ശക്തിവിശേഷമുണ്ട്, അത് കണ്ടല്ലോ. ഇപ്പം നമ്മൾ വൈദ്യുതി ഒരു ശക്തിയാണ്. റേഡിയോ കയറി കഴിഞ്ഞാൽ അത് പാട്ട് സംസാരിക്കും, പടമൊന്നും വരില്ല. പക്ഷെ ടി വിയിലാണ് കയറുന്നത്, പടമായിട്ട് കാണും. പക്ഷെ എല്ലാത്തിലും കയറുന്ന സംഗതി എന്ത് തന്നെയാണ്? വൈദ്യുതി തന്നെയാണ്. ടോർച്ചിലായിട്ടാണെങ്കിൽ അത് വെളിച്ചമായിട്ട് പുറത്തേക്ക് വരും. ഇസ്തിരിപ്പെട്ടിയിലാണെങ്കിൽ ചൂടായിട്ട് പുറത്തേക്ക് വരും. ആ വസ്തുവിൻ്റെ സ്വഭാവമാണ് അത് കാണിക്കുന്നത്, അല്ലാതെ അതിന് ഒരു ഗുണവുമില്ല. ഈ കാണിക്കുന്ന സ്വഭാവം മുഴുവൻ ഈ ഭൗതിക വസ്തുവിൻ്റെതാണ്. അപ്പം അത് ഗുണാതീതനാണ്, അത് കറങ്ങുന്നുമില്ല. അത് ശരിയാണ്. ഒരു ശരീരത്തിൽ കയറുമ്പോൾ ആ ശരീരമാണ് ഉണ്ടാവുകയും ഇല്ലാതാവുകയും ചെയ്യുന്നത്. അത് ശരീരത്തിൽ കയറുമ്പോൾ അതിന് മാറ്റമൊന്നുമില്ല. പക്ഷെ ശരീരത്തിൻ്റെ സ്വഭാവങ്ങൾ അത് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് ഇറങ്ങിപ്പോയി, അതിന് കറക്കമൊന്നുമില്ല. ജീവാത്മാവ് ത്രിഗുണങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട്, അപ്പൊ ജീവാത്മാവിനാണ് ത്രിഗുണങ്ങൾ, സത്വരജോ തമോ ഗുണങ്ങൾ. അങ്ങനെയാണ് സൃഷ്ടിക്രമം നടക്കുന്നത്. അതിനാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ. അതുപ്രകാരമാണ് ഇവിടെ എല്ലാ സൃഷ്ടി. അപ്പൊ ആ ഗുണങ്ങളോടുകൂടി കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുവാനായി. അപ്പം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ്, കർമ്മം ചെയ്യാനാണ്. ആ കർമ്മവും ചെയ്യിപ്പിച്ചിട്ട് അതിന്റെ കിട്ടുന്ന ഫലവും അവൻ തന്നെയാണ് അനുഭവിക്കുന്നത്. ഇപ്പം നമ്മൾ ചോറ് വെച്ചാൽ നമ്മളാണ് തിന്നുന്നത്, അല്ലാതെ നമ്മളെ കൊണ്ട് ചോറ് വെപ്പിക്കുന്നത് ആ ബ്രഹ്മമാണെങ്കിലും രാവിലെ എണീച്ച് നമ്മളെ കൊണ്ട് ദോശയെല്ലാം ചുടിപ്പിക്കുന്നുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ വന്നിട്ട് നമ്മളെ കൊണ്ട് ദോശ ചുടിപ്പിക്കുന്നത്. പക്ഷേ നമ്മളാണ് അതിൻ്റെ സുഖം അനുഭവിക്കുന്നത്, അല്ലാതെ ആ ബ്രഹ്മത്തിന് ആ ദോശയൊന്നും വേണ്ട. നമ്മളതിന് വേണമെന്നെല്ലാം വിചാരിച്ചിട്ടാണ് എന്തെല്ലാം ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നത്. അതെല്ലാം മണ്ടത്തരം. അതിനൊരു ചുക്കും വേണ്ട, നമുക്ക് വേണ്ടി തന്നെയാണ്. ദോശ കരിഞ്ഞു പോയാൽ അതിൻ്റെ ദുഃഖം വരുന്നതും നമുക്ക് തന്നെയാണ്, അല്ലാതെ അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പം ഗുണദോഷങ്ങളുടെ ഫലം അനുഭവിക്കുന്നതിനായി വിവിധ യോനികളിൽ ജന്മമെടുക്കുന്നു. ചെയ്യേണ്ട ജോലി അനുസരിച്ച് മനുഷ്യന്റെ ജോലി ചെയ്യണ്ടെങ്കിൽ മനുഷ്യനായിട്ട് ജനിക്കണം, പാല് തരാൻ വേണ്ടിയിട്ടാണെങ്കിൽ പശുവോ മറ്റെന്തെങ്കിലും ആയിട്ട് ജനിക്കണം. അതിന് വിവിധ യോനികളിൽ ജന്മമെടുക്കുന്നു. അങ്ങനെയാണ് അത് വിവിധ രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പം പലതായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് യഥാർത്ഥത്തിൽ ആ ബ്രഹ്മമാണ്. അതിന് നിർഗുണമാണ്, അതിനൊരു സ്വഭാവമില്ല, ഒരു ഗുണവുമില്ല. ഇനി 8 മനുഷ്യ ഹൃദയം അങ്കുഷ്ടത്തിന്റെ അളവിൽ കണക്കാക്കപ്പെടുന്നു. മനുഷ്യ ഹൃദയം എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ മീറ്റർ സ്കെയിലൊന്നും വെച്ച് അളക്കാൻ പറ്റൂലല്ലോ. അങ്കുഷ്ടത്തിന്റെ അളവ് വെച്ചിട്ട് അളവിലാണ് അതിന്റെ അളവ് പറയുന്നത്. മരുന്നല്ല 5 mg എന്നല്ല പറയാ, മില്ലിഗ്രാം, അല്ലാതെ കിലോഗ്രാം എന്ന് പറയാ. പഞ്ചസാര കിലോഗ്രാമിലാണ് പറയുക, വേറെ വല്ല സാധനമാണ് ടണ്ണിലാണ് പറയുക. അപ്പൊ ഇത് അങ്കുഷ്ടത്തിന്റെ അളവിലാണ് ഉള്ളത്. അതിൽ ജീവാത്മാവ് വസിക്കുന്നു. ആ അങ്കുഷ്ടത്തിന്റെ അളവിലുള്ളതിൽ ഒരു അങ്കുഷ്ട മാത്രയിൽ അത് വസിക്കുന്നു. അപ്പം ഹൃദയത്തിന്റെ ആ നാഡീവ്യൂഹങ്ങളെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ജീവാത്മാവിൻ്റെ സ്ഥാനം. കാരണം അതാണ് നാഡികളിലൂടെയാണ് കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ IC എടുത്ത് ഒരു റേഡിയോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു ചെറിയ IC ഉണ്ടാവും. എല്ലാ വയറുകളും ആ IC-യിലേക്കാണ് പോകുന്നത്. എല്ലാം പോകുന്നില്ല, എന്നാലും
ആ ഐസിൻ്റെ അകത്ത് തന്നെ എന്തുണ്ട്? പ്രോസസ്സിങ് ചെറിയ സിസ്റ്റംസ് ഉണ്ട്. അതുപോലെ നമ്മളെ നാഡികളെല്ലാം ശരീരത്തിൽ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഹൃദയത്തിൻ്റെ ഒരു സ്ഥലത്താണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്, അവിടെ വസിക്കുന്നു. അതിനെ അങ്കുഷ്ഠമാത്ര എന്ന് പറയുന്നു. ആ ഒരു അങ്കുഷ്ഠത്തിൻ്റെ അളവിലാണ് അത് അവിടെ ഉള്ളത്. എന്നാൽ അതിൻ്റെ വാസ്തവിക രൂപം, എന്നാൽ അതിൻ്റെ രൂപം നിങ്ങൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ദ്രവ്യ രൂപത്തിലൊന്നും അതിനെ കാണാൻ പറ്റില്ല. അവിടെ കുറേ ഞരമ്പുകൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കാണാം. ഞരമ്പല്ല, നാഡികൾ. ഞരമ്പുണ്ട്, നാഡികൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കാണാം. പക്ഷെ അതിൻ്റെ രൂപം എന്താണെന്ന് വെച്ചാൽ സൂര്യനെ പോലെ പ്രകാശമാനമാണ്. സൂര്യനെ പോലെ പ്രകാശം, ഊർജം പ്രസരിപ്പിക്കുന്നതാണ്. ആ ഹൃദയത്തിൻ്റെ ആ ബിന്ദുവിൽ നിന്നാണ് ഊർജം പ്രസരിച്ചിട്ട് നാഡികളിലൂടെ നമ്മളെ ആക്ടിവേറ്റ് ചെയ്യുന്ന, ബ്രെയിനിയെല്ലാം. എന്നിട്ടോ അതിനെ അജ്ഞാനാന്തകരം സ്പർശിക്കുന്നില്ല. പക്ഷെ അത് അജ്ഞാനാന്തകാരം സ്പർശിക്കുന്നില്ല. അതിന് വികാര വിചാരങ്ങൾ അത് ഉണ്ടാക്കുന്നുണ്ട്. മനുഷ്യരിൽ വികാര വിചാരങ്ങൾ ഉണ്ടാക്കുന്നത് അതാണ്. പക്ഷെ അതിന് വികാര വിചാരങ്ങളൊന്നുമില്ല. ഇപ്പം ഇലക്ട്രിസിറ്റിക്ക് വികാര വിചാരങ്ങളൊന്നുമില്ല. പക്ഷെ അത് അതിൻ്റെ അകത്ത് കയറുമ്പോഴാണ് അത് പാട്ടും പല രൂപത്തിലെല്ലാം പ്രകടമാക്കുന്നത്. അത് അതുണ്ടാക്കുന്നതാണ്. അതുപോലെ ഈ സിഗ്നൽ സിസ്റ്റത്തിന് അജ്ഞാനമൊന്നുമില്ല. അതിന് എല്ലാ കാര്യങ്ങളെപ്പറ്റി നല്ല ബോധ്യമുണ്ട്. അത് സങ്കല്പത്തിലും അഹങ്കാരത്തിലും, അവിടെയുള്ള ജീവാത്മാവ് സങ്കല്പത്തിലും അഹങ്കാരത്തോടും കൂടിയതാണ്. പക്ഷെ അതിൽ നിന്നാണ് സങ്കല്പങ്ങളും അഹങ്കാരങ്ങളെല്ലാം ഉത്ഭവിക്കുന്നത്. ഞാൻ എന്ന ചിന്ത അതിൻ്റെ ആക്ടിവിറ്റി കൊണ്ടാണ് അത് ഉണ്ടാക്കിക്കുന്നത്. ആ ഹൃദയത്തിലുള്ള ആക്ടിവേഷനാണ് നാഡികളിലൂടെ ഞാൻ എന്ന ചിന്തയും അഹങ്കാരവും എല്ലാം ഉണ്ടാക്കിക്കുന്നത്. അതിലൂടെ അഹന്തയും മമതയും എല്ലാം ഉണ്ടാകുന്നു. നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും, ഇതെൻ്റെ ആള്, ഇത് മറ്റേതാള്. ഇതെല്ലാം ഉണ്ടാക്കുന്നത് ആ ഹൃദയത്തിലെ നാഡീവ്യൂഹങ്ങളാണ്. അതാണ് ഹൃദയ വികാരം എന്നെല്ലാം പറയുന്നത്. ആ നാഡികൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഹൃദയത്തിലാണ്, തലച്ചോറിലല്ല. അതിനാൽ സൂചിമുന പോലെ സൂക്ഷ്മാകാരത്തോടു കൂടിയാണ്. അത് സൂചിമുന പോലെ സൂക്ഷ്മമാണ്. നമ്മൾ IC ചിപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തും പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന സൂക്ഷ്മമായ കേന്ദ്രങ്ങളിലാണ്. അത് സൂചിമുന പോലെയാണ്. അത് പരമാത്മാവിൽ നിന്ന് ഭിന്നമാകുന്നു. അത് പരമാത്മാവായിട്ട് ബന്ധമില്ല. ഇത് ജീവാത്മാവാണ്. പരമാത്മാവ് എന്ന് പറയുന്നത് ഇതിലൊന്നും തലയിടാതെ ആ ഏതൊന്നാണോ പ്രപഞ്ചമായി മാറിയത്, അല്ലെങ്കിൽ ഞാനായി മാറിയത്, അല്ലെങ്കിൽ ജീവാത്മാവായി മാറിയത്, ആ വസ്തുവാണ് പരമാത്മാവ്. അതിന് ഗുണമൊന്നുമില്ല, അതങ്ങനെ നിൽക്കും. അതിൻ്റെ ഈ രൂപം ബുദ്ധിമാന്മാർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണ് അപ്പം ഈ ജീവാത്മാവിൻ്റെ രൂപം? അത് ബുദ്ധിയുള്ള സയൻസിലൂടെയാണ് മനസ്സിലാക്കേണ്ടത്. ഒരു IC ചിപ്പിൽ എന്താണ് നടക്കുന്നതെന്ന് ഇല്ലെങ്കിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന ആൾ ഈ പ്രോഗ്രാമെല്ലാം ചെയ്യുന്നില്ലേ, കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്തല്ല, അതെല്ലാം ബുദ്ധിമാന്മാരായ ആൾക്കാരാണ് ആ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. കമ്പ്യൂട്ടർ എന്നെല്ലാം പറയുമ്പോൾ നമുക്കറിയാലോ, അല്ലെ മൊബൈല്, പെട്ടി, മറ്റേ അത് ഇത് എല്ലാം ഉണ്ട്. പക്ഷെ അതിൻ്റെ അകത്തൊരു ചിപ്പുണ്ട്, അതാണ് ഹൃദയം. അതിൻ്റെ അകത്താണ് പ്ലാനെല്ലാം ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ബുദ്ധിമാന്മാർക്കാണ് മനസ്സിലാവുക. അതുപോലെ ഹൃദയത്തിലുള്ള ഈ നാഡീവ്യൂഹങ്ങളിൽ ആക്ട് ചെയ്യുന്ന ആ പ്ലാനിങ് സിസ്റ്റം ബുദ്ധിമാന്മാർക്കാണ് മനസ്സിലാക്കിയിട്ടിരിക്കുന്നത്. അത് അത്യന്തം സൂക്ഷ്മമുള്ളതാണ്. അതിൻ്റെ സൂക്ഷ്മ തത്വത്തെ യാതൊന്നിനാലും അളക്കുവാൻ കഴിയുകയില്ല. അതിനെ അളക്കാൻ പറ്റില്ല, അതിൻ്റെ അളവ് എത്രയാണ്. നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടറിലുള്ള പ്രോഗ്രാമിനെ അളക്കാൻ പറ്റുമോ? പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നതിനെ അളക്കാൻ പറ്റില്ല. അത് സൂക്ഷ്മമായിട്ടുള്ളൊരു തത്വമാണ്. ആ പ്ലാനിങ്, എങ്ങനെ ആ ശരീരം ഫങ്ഷൻ ചെയ്യണം, അതിനെ അളക്കുവാൻ കഴിയില്ല. ആ പ്ലാനിനാണ് ജീവാത്മാവ് എന്ന് പറയുന്നത്.
അതിന്റെ ലക്ഷ്യം മനസ്സിലാക്കുന്നതിനായി മാത്രം ആകാരത്തോടുകൂടി വിശേഷിപ്പിക്കുന്നു. അതിന്റെ ലക്ഷ്യം മനസ്സിലാക്കാനോട് വേണ്ടി മാത്രം ഒരു ആകാരത്തോടുകൂടി അതിനെ വിശേഷിപ്പിക്കുന്നു. നമ്മൾ സോഫ്റ്റ്വെയർ എന്നെല്ലാം പറയുമ്പോൾ അതാണ് ആ കമ്പ്യൂട്ടറിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ആ ഒരു ലക്ഷ്യത്തെ നമുക്കറിയാം. സോഫ്റ്റ്വെയർ ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയർ വിൻഡോസ് ആണ് അതിൽ വർക്ക് ചെയ്യുന്നത് അത്ര പറയും. പക്ഷെ എന്താണത് എന്നുള്ളത് അതേ രൂപത്തിൽ മനസ്സിലാക്കാൻ പ്രയാസമാണ്. അതുപോലെ തന്നെ നമ്മളെ നാഡികളിൽ പ്രവർത്തിക്കുന്ന ജീവാത്മാവിനെ അതൊരു പ്രകാശ രൂപത്തിലുള്ളതാണ്, അതൊരു ജ്ഞാനമാണ്. ആ ജ്ഞാനത്തെ ഒന്നുകൊണ്ട് മറക്കാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താ ലക്ഷ്യം? നമ്മുടെ ശരീരത്തെ മുഴുവൻ വർക്ക് ചെയ്യിപ്പിക്കുക. ബുദ്ധിഗുണത്താലും ആത്മഗുണത്താലും അത് സൂചിമുനിയുടെ ആകാരത്തോട് കൂടിയതാണ്. അത് സൂചിമുനിയുടെ അത്രയേ ഉള്ളൂ. അത് ആ പ്ലാൻ എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് അത് ആക്ട് ചെയ്യുന്നത്. ഇനി 9 ഇങ്ങനെ ജീവാത്മാവിന്റെ സ്വരൂപം സൂചിമുന പോലെയാണെന്ന് പറയുമ്പോൾ അതിനെ ഗ്രഹിക്കുന്നതിൽ ഭ്രമം സംഭവിക്കാം. അങ്ങനെ ഒരു വിവരണം നൽകുമ്പോൾ അത് ഗ്രഹിക്കുന്നതിൽ നമുക്ക് ഭ്രമം സംഭവിക്കും, തെറ്റിപ്പോകും. എന്താണ് ഈ സൂചിമുനിയുടെ എന്ന് പറഞ്ഞാൽ ഒരു ഭ്രമം സംഭവിക്കും. അതുകൊണ്ട് അവർ കുറച്ചുകൂടിയും വിസ്തരിച്ച് പറയാമെന്ന് വെച്ചിരിക്കുകയാണ്, ഉദാഹരണ സഹിതം. ഏതുപോലെ എന്നാൽ ഒരു ധാന്യമണിയുടെ മുള, ഒരു ധാന്യമണിയുടെ മുള, ആ മുളയിൽ നിന്നാണ് ചെടിയായിട്ട് വളരുന്നത്. അതിലതിൻ്റെ ജനിതക ഘടനയെല്ലാം ഉണ്ട്. അതാണ് അല്ല ധാന്യമണി മുഴുവനല്ല, അതിൻ്റെ അകത്ത് അതിന് വളരേണ്ട ഭക്ഷണമാണുള്ളത്. അതിൻ്റെ മുളയിലാണ് ആ ചെടിയുടെ എല്ലാ പ്ലാനുകളും ഉള്ളത്. അത് എത്ര സൂക്ഷ്മമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ധാന്യമണിയുടെ മുളയെടുത്തിട്ട് അതൊരു മുനമാലി എടുത്തിട്ട് ഒരു 100 കഷ്ണമാക്കണം. അതിനൊരു 100 കഷ്ണമാക്കിയിട്ട് അതിൽ നിന്നും ഒരു കഷ്ണം എടുക്കണം. ആ കഷ്ണത്തെ വീണ്ടും 100ആയി ഭാഗിച്ചിട്ട് കിട്ടുന്ന കഷ്ണം ഏതാണോ അതിനോട് താരതമ്യപ്പെടുത്തിയാൽ മതി ജീവാത്മാവിനെ. അപ്പൊ ആ ജീവാത്മാവ് എത്രയുണ്ട് എന്നുള്ളത് അത്രയും സൂക്ഷ്മമാണ്. നമ്മൾ ആ IC ചിപ്പിൽ തന്നെ എത്ര ട്രാൻസിസ്റ്ററുകളാണ് പിടിപ്പിച്ചിരിക്കുന്നതെന്നറിയും. ചെറിയൊരു ചിപ്പിൽ അതിൽ എത്രയോ ട്രാൻസിസ്റ്ററും ഡയോഡും എല്ലായിട്ട് അങ്ങനെ പിടിപ്പിച്ചിരിക്കുകയാണ്, ആയിരക്കണക്കിന്. അപ്പൊ ഓരോന്നിൻ്റെയും ഒരു ട്രാൻസിസ്റ്ററിന്റെ അളവ് ചിന്തിച്ചു നോക്കി. അതുപോലെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. അത്രയും സൂക്ഷ്മത്തിലാണ് ഈ പ്ലാനുകൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാ വിൻഡോസ് എന്ന ഇത് അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ, അതെല്ലാം ആക്ടിവേറ്റ് ചെയ്യുന്ന ഇത്രയും സൂക്ഷ്മമായ IC ചിപ്പിൽ നിന്നാണ്. അതുപോലെ ഹൃദയത്തിലെ ജീവാത്മാവ് ആ രൂപത്തിൽ ആ അളവിൽ എടുക്കണം. പക്ഷേ ഇത് ഉപമ മാത്രമാണ്, അത് ഉപമയാണ്. അതിനെ ആ ജഡരൂപത്തിൽ കാണരുത്, അതൊരു കഷ്ണമാണ് എന്ന നിലയിൽ കാണരുത്. ഇതൊരു പ്ലാനാണ്. അത്രയും സൂക്ഷ്മമായ രൂപങ്ങളിലുള്ള ആ നെർവസ് സിസ്റ്റത്തിലാണ് ഈ പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്നത്. അതിന് സ്ഥൂല വസ്തുക്കളിൽ സർവത്ര വ്യാപിക്കുവാൻ കഴിയുന്നു. അത് ആ നാഡികളിലൂടെ അതിൻ്റെ പ്രവർത്തനം ഈ ശരീരം മുഴുവൻ വ്യാപിപ്പിക്കുന്നുണ്ട്. ആ സൂക്ഷ്മമായിരിക്കുന്ന ജീവാത്മാവ് നമ്മുടെ ശരീരത്തിലെ നാഡികളിലൂടെ സർവത്ര വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അത് മാത്രമല്ല, അത് ജഗത്തിലും സർവത്ര വ്യാപിച്ചിരിക്കുന്നു. ആ പ്ലാന് അവിടെ മാത്രമല്ല ഉള്ളത്, അത് ഗ്രഹങ്ങളുമായിട്ടെല്ലാം മതി. ഈ ജഗത്തിലുള്ള എല്ലാ ഗ്രഹങ്ങളും ആകാശവുമായി, ആകാശം അതാണ് ജ്യോതിഷം, അതുമായിട്ട് ബന്ധിപ്പിച്ചാണ് കിടക്കുന്നത്. അപ്പം ഹൃദയത്തിൽ മാത്രമല്ല ഉള്ളത്, അത് ആകാശത്തിലെ ഗ്രഹങ്ങളും എല്ലായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് ഈ ഒരു ജീവാത്മാവ് നാഡികളിൽ
ഹൃദയത്തിലെ നാഡികളിലൂടെ ആക്ട് ചെയ്യുന്നത്, അത്രയും സൂക്ഷ്മമായ ബിന്ദുവിൽ കൂടി. യഥാർത്ഥത്തിൽ സോഫ്റ്റ്വെയറിനെ പറ്റിയും കമ്പ്യൂട്ടറിനെ പറ്റിയെല്ലാം പഠിക്കുന്നവർക്ക് ഇപ്പം മൈക്രോ ചിപ്പുകളെല്ലാം പോകുമ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട്, അത്തരത്തിൽ തന്നെയാണ് അതിലും സൂക്ഷ്മമായിട്ടാണ് നമ്മളെ ശരീരത്തിലെ പ്രോഗ്രാം എല്ലാം ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ പ്രോഗ്രാം ആകട്ടെ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട്, ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, അതിൻ്റെ ക്ലോക്കെല്ലാം എവിടെയാണ് ഉള്ളത്? സൗരയൂഥ സിസ്റ്റത്തിലാണ് ഉള്ളത്. ഒരു കമ്പ്യൂട്ടറിൽ ഒരു ക്ലോക്കെല്ലാം ഉണ്ട്, ടൈമിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷെഡ്യൂൾ ചെയ്യുക. അപ്പം നമ്മളെ ഹൃദയത്തിലെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ടൈമെല്ലാം സൗരയൂഥ ഗ്രഹത്തിൻ്റെ ചുറ്റലുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഈ വേദങ്ങളെയല്ലാണ് നമ്മൾ എന്താക്കി മാറ്റിയിരിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. എവിടത്തേക്കാണ് ഇത് പോകുന്നത്? ഈ ജ്ഞാനം എവിടെയാണ് എത്തുന്നത്? ഇനി 10, ജീവാത്മാവ് വാസ്തവത്തിൽ സ്ത്രീയുമല്ല പുരുഷനുമല്ല. ഈ പറയുന്ന ജീവാത്മാവ് എന്നത് ബ്രഹ്മമാണ്. പരമാത്മാവിൽ നിന്നാണ് ജീവാത്മാവ് ഉണ്ടാകുന്നത്. അതിന് ഒരു ഗുണവുമില്ല, അതിന് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. പക്ഷേ അത് ആ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ അതുമായി ചേർന്ന് അങ്ങനെ തന്നെയായിത്തീരുന്നു. അത് ആ ശരീരത്തിൽ പ്രവേശിക്കുമ്പോഴാണ് അത് അതായിട്ട് തീരുകയാണ്. ആ ജീവാത്മാവ് ഒരു പട്ടിയുടെ ശരീരത്തിലാണ് കയറിയതെങ്കിൽ അത് പട്ടിയുടെ ആ പട്ടിയുടെ സ്വഭാവങ്ങളായിട്ട് കാണിക്കാൻ തുടങ്ങും. ആ ജീവാത്മാവ് പട്ടിയുടെ സ്വഭാവത്തിൽ പ്രവർത്തിക്കും. ഒരു പാമ്പിൻ്റെ ശരീരത്തിലാണ് കയറിയതെങ്കിൽ പാമ്പായിട്ട് പ്രവർത്തിക്കും. അത് ആ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ അതുമായിട്ട് ചേർന്ന് അങ്ങനെ തന്നെയായിത്തീരുന്നു. ഒരു വൈദ്യുതി റേഡിയോയിൽ കയറി കഴിഞ്ഞാൽ റേഡിയോൻ്റെ സ്വഭാവം കാണിക്കും, ടി വിയിൽ കയറിയാൽ ടി വിൻ്റെ സ്വഭാവം കാണിക്കും, ഇസ്ത്രിപ്പെട്ടി കയറിയാൽ അതിൻ്റെ സ്വഭാവം കാണിക്കും, ഫ്രിഡ്ജ് കയറിയാൽ അതിൻ്റെ സ്വഭാവം കാണിക്കും. ഫ്രിഡ്ജ് കയറിയാൽ നല്ല തണുപ്പായിരിക്കും. ഇസ്ത്രിപ്പെട്ടീൻ്റെ മേൽ ഓവൻ്റെ അകത്ത് കൈ ഇട്ട് കഴിഞ്ഞാൽ കൈ കൊള്ളും. അപ്പം അത് വാസ്തവത്തിൽ സ്ത്രീയുമല്ല പുരുഷനുമല്ല നപുംസകവുമല്ല. ഏതിലാണോ കയറുന്നത് അതിൻ്റെ സ്വഭാവം കാണിക്കും. ഇന്ന് സ്ത്രീയായിട്ടാണ് ജനിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ അത് കയറുന്നത് വല്ല പുരുഷനായിട്ടായിരിക്കും. അതുകൊണ്ട് ആ ജീവാത്മാവിന് ആണെന്നോ പെണ്ണെന്നോ ഒന്നുമില്ല. അത് കയറുന്ന ശരീരത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് അത് അതായിത്തീരുന്നു. സ്ത്രീ പുരുഷ ഭേദം ശരീരം സ്വീകരിക്കുമ്പോഴേ സംഭവിക്കുന്നുള്ളൂ. സ്ത്രീയാണോ പുരുഷനോ എന്നുള്ള അതിൻ്റെ സ്വഭാവം ആ ശരീരം സ്വീകരിക്കുമ്പോഴേ അതിനുള്ളൂ. അല്ലാതപ്പോൾ അതിന് ഭേദങ്ങൾ ഒന്നും തന്നെ ഇല്ല. അതിനൊരു ഉപാധിയും ഇല്ലാതെ ഉപാധിരഹിതനാണ്. അതിനൊരു താല്പര്യമില്ല, ഒന്നുമില്ല. നമ്മളിപ്പോൾ വീട്ടിലൊരു പ്ലാന് വരച്ചു വെച്ചെന്ന് വെച്ചാൽ വലിയ കെട്ടിടത്തിൻ്റെ പ്ലാന്, ആ പ്ലാനിൽ എന്താ ഉള്ള ഒരു യുക്തിയില്ല. പക്ഷെ അതിനനുസരിച്ച് കെട്ടിടം ഉണ്ടാകുമ്പോഴാണ് ഭയങ്കരമായ കെട്ടിടങ്ങൾ, താജ്മഹലെല്ലാം. പക്ഷെ ആദ്യം ഒരു പ്ലാന് മനസ്സിലുണ്ട്, ഒരു താജ്മഹൽ നിർമ്മിക്കണം. പക്ഷെ അത് മനസ്സിലാണ്, അതിന് രൂപവും ഭാവമൊന്നുമില്ല, അത് അങ്ങനെ അങ്ങ് കിടക്കുകയാണ്. പക്ഷേ ഇവിടെ ജീവാത്മാവിനാണെങ്കിലും ജീവാത്മാവിന് സ്വഭാവമുണ്ട്. പരമാത്മാവിനാണെങ്കിൽ പരമാത്മാവിൽ നിന്നാണല്ലോ ജീവാത്മാവ്, ബ്രഹ്മത്തിൽ നിന്നാണല്ലോ ജീവാത്മാവ് ഉണ്ടായത്. ജീവാത്മാവിനൊരു സ്വഭാവമുണ്ട്, ഇങ്ങനെയുള്ള ചേരുന്ന ശരീരത്തിൻ്റെ രൂപത്തിലേക്ക് മാറണമെന്ന്. എന്നാൽ പരമാത്മാവിന് അതുമില്ല, ഒരു ഗുണവും ഇല്ല. ഈശ്വരന് ഒരു ഗുണവും ഇല്ല. അപ്പം അത് ഓരോ ശരീരത്തിലേക്ക് ജീവാത്മാവായി വരുമ്പോഴാണ് അത് അതിൻ്റെ സ്വഭാവം കാണിക്കുകയാണ് ആ ശരീരത്തിൻ്റെ. ഇനി അടുത്തേൽ